ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ എല്ലാവരെയും എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു വ്യവസായമല്ല. അവിടെ സക്സസ് ഉള്ളവർക്കാണ് സ്ഥാനം, ലൈവായി നിൽക്കുന്നവർക്കാണ് സ്ഥാനം. എത്ര കഴിവുണ്ടായാലും മറഞ്ഞു പോയവരെ, അതായത് സിനിമയിൽ നിന്ന് ഔട്ടായവരെ ഓർമ്മിക്കാനോ അവരെ സഹായിക്കാനോ സമയമില്ല എന്നുള്ളത് പലരും മനസ്സിലാക്കിയതാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ആൻ്റണി പെരുമ്പാവൂരിനെ കുറിച്ചാണ്. ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പലർക്കും അത്ഭുതമാണ് ഇങ്ങനെ ഒരു ബന്ധം. കാരണം ഡ്രൈവറായ ആൻ്റണി പെരുമ്പാവൂർ, സിനിമയുടെ മുകളിൽ ഉയരങ്ങളിൽ നിന്ന മോഹൻലാൽ, അവർക്കിടയിലേക്ക് ഇത്രയും വലിയ സൗഹൃദം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങുന്നത് കെ മധുവിൻ്റെ മൂന്നാം മുറ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലം, അത് അതിരമ്പള്ളിക്ക് ഇപ്പുറം. അപ്പോൾ അവിടെ വെച്ച് ഇപ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ഉണ്ട്, ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മോഹൻലാലിൻ്റെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങൾക്കരികിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഷൂട്ടിംഗ് കാണുമ്പോൾ ആരെയോ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടി, അതായത് നമ്മൾ കാലിൻ്റെ ഉപ്പുറ്റിൽ നിന്നുകൊണ്ട് നോക്കില്ലേ, എത്തിച്ച് നോക്കില്ലേ എന്നതുപോലെ ഇങ്ങനെ എത്തിച്ച് നോക്കുന്ന ഒരു ചെറുപ്പക്കാരെ കണ്ടു. ഒരു മാസം മുമ്പ് ഈ ചെറുപ്പക്കാരെ നമ്മൾ കണ്ടതാണ്, മോഹൻലാലുമായി ഫോട്ടോ എടുത്തതാണ്. ഇത് ആൻ്റണിയല്ലേ? ആൻ്റണിയാണ്. ആൻ്റണി എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, കാണാൻ വന്നതാണ്. പക്ഷേ ലാലേട്ടനെ കാണുന്നുണ്ട്, പരിചയപ്പെടുമ്പോൾ ഇനി ഓർമ്മ പുതുക്കുമോ എന്തോ എന്ന് ആൻ്റണി അവിടെ വെച്ച് പറഞ്ഞു. ആൻ്റണി അവിടെ നിന്നു, ഞങ്ങളുടെ വർക്കുകളുമായിട്ട് നീങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ആൻ്റണി വീണ്ടും മോഹൻലാലിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ നിൽക്കുന്നുണ്ട്. മോഹൻലാൽ അപ്പോൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ആരെയോ നോക്കി കൈ ചൂണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചു. അത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ, അന്ന് ആൻ്റണി പെരുമ്പാവൂരായിട്ടില്ല, അന്ന് ആൻ്റണിയുടെ, പെരുമ്പാവൂരുകാരനായ ടാക്സി ഡ്രൈവറായ ആൻ്റണിയുടെ നേരെ നോക്കിയ കൈ ചൂണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ ആൻ്റണി അത് തന്നെയല്ല, തന്നെ അങ്ങനെയൊന്നും ലാലേട്ടൻ വിളിക്കില്ല എന്ന് വിചാരിച്ച് മറ്റ് ഇടവും വലവും നോക്കി. കാരണം ഇടത്തോ വലത്തോ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവരെ ആരെങ്കിലും ആയിരിക്കും വിളിക്കുക നോക്കി. 2-3 പ്രാവശ്യം അങ്ങനെ പോയിട്ടും ആൻ്റണി ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ അവൾ അടുത്ത് നിന്നിരുന്ന വേറൊരാൾ പറഞ്ഞു, താങ്കളെയാണ് മോഹൻലാൽ വിളിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അപ്പോൾ ലാലിൻ്റെ കൈ വീണ്ടും പറഞ്ഞു, ഇങ്ങോട്ട് വരൂ ആൻ്റണി എന്ന്, ആൻ്റണി ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ചത്. അപ്പോൾ അതൊക്കെ ആൻ്റണിക്ക് മനസ്സിലായി. ആൻ്റണി അങ്ങനെ പെട്ടെന്ന് ലാലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ ശ്രമിച്ചപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന് പോയവർക്കറിയാം, അതായത് സിനിമ ഷൂട്ടിങ് മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന, കാണികളെ സംരക്ഷിച്ച് നിർത്തുന്ന ലൊക്കേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിൽക്കുന്നൊരു വടംവലി പോലെ ആൾക്കാർ നിൽക്കും, പ്രൊഡക്ഷനിലെ ചില ആൾക്കാർ. അവർ ആൻ്റണിയെ തടഞ്ഞു, ഇപ്പോൾ പോകാൻ പറ്റില്ല, അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കണ്ട് ലാൽ പറഞ്ഞു, അയാൾ ആൻ്റണി ഇങ്ങനെ വിടൂ, ഞാൻ പറഞ്ഞിട്ടാണ് ആൻ്റണി വരും എന്ന് പറഞ്ഞിട്ടു. ആ 2 പേരും ആൻ്റണിക്ക് ആ സമയത്ത് കണ്ടുമുട്ടിയൊരു നിമിഷം, അതായത് 1 മാസത്തോളം സത്യനന്ദിക്കാടിൻ്റെ ലൊക്കേഷനിൽ ഡ്രൈവറായി ജോലി നോക്കി മോഹൻലാലിനെ മാത്രം കൊണ്ടുവരുന്ന ഒരു മാസക്കാലം. ആ 1 മാസക്കാലം ഒരുമിച്ച് ജോലി ചെയ്തു. പിരിയാൻ നേരത്ത് ഒരുമിച്ച് ഫോട്ടോ എടുത്ത്, ഫോട്ടോ പോരാൻ നേരത്ത് ആൻ്റണി ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, എവിടെയെങ്കിലും വെച്ച് ഞാൻ ലാലേട്ടനെ കാണാൻ വരുമ്പോൾ എന്നെ മറക്കുമോ ഓർമ്മിക്കുമോ എന്നാണ് ചോദിച്ചത്. അന്ന് മോഹൻലാൽ ആൻ്റണി തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ മറക്കില്ല ആൻ്റണി എന്നാണ് പറഞ്ഞത്. സിനിമയാണ്, ആൻ്റണിയും വിശ്വസിച്ചങ്ങനെയാണ്. 1 മാസം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ പോലും മറവി രോഗം ബാധിച്ച സിനിമാക്കാരുടെ നാടാണെന്ന് ആലോചിക്കണം. എന്നാലും അടുത്ത് പെരുമ്പാവൂരിന് കുറച്ച് വലിയ ദൂരത്തല്ലല്ലോ എറണാകുളം ഈ ഭാഗത്തുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ, അവിടേക്ക് ലാലിൻ്റെ ഷൂട്ടിംഗ് കാണാൻ വന്നു, കണ്ടാലൊന്ന് പരിചയം പുതുക്കാം എന്നേ ആൻ്റണി വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ, ആൻ്റണി വിളിച്ചിരിക്കുന്നു, ലാൽ അടുത്തിരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? എങ്ങനെ മറക്കാൻ പറ്റും ആൻ്റണി? 1 മാസത്തോളം നിങ്ങളല്ലേ എന്നെ കൊണ്ടുപോയിരുന്നത്, നിങ്ങളല്ലേ എൻ്റെ തേരാളിയായിരുന്നത് അല്ലേ, നിങ്ങളെ ഞാൻ എങ്ങനെ മറക്കും എന്ന് ചോദിക്കുന്നു. അപ്പോൾ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പിരിയാൻ നേരത്ത് ആൻ്റണിയോട് മോഹൻലാൽ ചോദിച്ചു, ആൻ്റണി
പോരുന്നോ എൻ്റെ കൂടെ എന്നാണ് ചോദിച്ചത്. അത് ഒരു വൃഥാ വാക്കുകളായിരുന്നില്ല. ആൻ്റണിക്ക് വിശ്വസിക്കാനും കഴിഞ്ഞില്ല. മറ്റുള്ളവർ കേട്ട ഒരു തമാശ, ഏതെങ്കിലും ഒരു സിനിമയിലെ ഡയലോഗാണോ മോഹൻലാൽ പറയുന്നത് എന്ന് വിചാരിച്ചവരുമുണ്ട്. ആൻ്റണിക്ക് താൻ എവിടെയാണ്, ഭൂമിയിലാണോ ആകാശത്താണോ, അതോ ഭൂമിക്കും ആകാശം ഇടയിലാണോ, എവിടെയാണ് താൻ നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു. ആലോചിക്കണം. ലാലേട്ട, ഞാൻ വരുന്നു എന്ന് ആൻ്റണി പറഞ്ഞു. മോഹൻലാൽ വിളിച്ചു, ആൻ്റണി പോയി. എത്രയോ വർഷങ്ങളായി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ ബന്ധങ്ങൾ അതിശക്തമായി തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, അന്നു മുതൽ ആൻ്റണി മോഹൻലാലിൻ്റെ എല്ലാമായി, അതായത് ഊണിലും ഉറക്കത്തിലും ശരിക്കും തേരാളി എന്നുള്ള ഒരർത്ഥത്തിൽ ശരിക്കും ഒരു തേരാളിയായി ആൻ്റണി. മോഹൻലാൽ യാത്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആൻ്റണി ഉറങ്ങുന്നില്ല. അത്രയും സംരക്ഷിച്ചു പോയി. അങ്ങനെ ഒരു ഡ്രൈവറും നടനും എന്നുള്ള ബന്ധം വിട്ട് ഒരു ജ്യേഷ്ഠനും അനുജനും എന്ന ബന്ധത്തിലേക്ക് അവരുടെ ബന്ധം വളർന്നു എന്നുള്ള ആ ബന്ധം വളർന്നത് ചിലർക്ക് ഇഷ്ടമായില്ല. കാരണം ലാലിനെ സംബന്ധിച്ച് ലാലിന് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കൂടുതൽ, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സ് കൂടുതലൊരു കഥാപാത്രമാണ് ലാലെന്ന് ആലോചിക്കണം. ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി കുറേ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. തനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ സിനിമകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ കുറേ പേര് ദോഷം ഉണ്ടായിട്ടുണ്ട്. ചിലരാണെങ്കിൽ അഭിനയിച്ചാൽ പ്രതിഫലവും കൊടുക്കില്ല. അങ്ങനെ കുറേ കാലം ലാലിനെ പറ്റിച്ചവരുണ്ടെന്ന് ആലോചിക്കണം. അതിനിടയിലേക്കാണ് ആൻ്റണി വന്നപ്പോൾ ഒരു അടുക്കും ചിട്ടയും ഉണ്ടായത്. അടുക്കും ചിട്ട എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും ലാലിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അഭിനയിക്കാൻ പോയി കൃത്യമായി പ്രതിഫലം കൊടുക്കണം. ചില കഥകൾ കേൾക്കാനിരിക്കുന്ന കൂട്ടത്തിൽ ആൻ്റണി ഉണ്ടായിരിക്കും. ഇത് പലരും പറഞ്ഞു, ആൻ്റണി ഉള്ളപ്പോൾ അവിടെ ഞങ്ങളുടെ ലാലിനെ കാണാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ ആൻ്റണിക്ക് പറയാനുണ്ടായിരുന്നൊരു മറുപടി ഉണ്ടായിരുന്നു. ഞാൻ അനാവശ്യമായി ലാലേട്ടൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല, സുഹൃത്തുക്കളുടെ കാര്യത്തിലും. ഒരു സിനിമാ കമ്പനി രൂപീകരിച്ചതിന് ശേഷമാണ് കുറേ മാറ്റങ്ങൾ വന്നത്. അപ്പോൾ അങ്ങനെ ആശീർവാദിൻ്റെ പേരിൽ സിനിമ ചെയ്യുമ്പോൾ ഞാൻ കുറേ കഥകൾ കേൾക്കാറുണ്ട്, ലാലേട്ടനും കേൾക്കാറുണ്ട്. ലാലേട്ടൻ ഓക്കെ പറഞ്ഞാൽ ഞാൻ ഓക്കെ പറയുന്ന ഒഴിച്ച് മറ്റു പടങ്ങളിലേക്ക് ലാലേട്ടൻ്റെ സിനിമ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അധികം കൈ കടത്താറില്ല. ഒരു സുഹൃത്തുക്കളെയും ഞാൻ അകറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരകൾ മാത്രമാണ്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, വിശ്വസിച്ച് ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആൻ്റണി പറഞ്ഞു. പക്ഷേ ആൻ്റണി ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കണം. ഉയരങ്ങളെത്തിയപ്പോഴും താൻ വന്ന വഴി ആൻ്റണി മറന്നിട്ടില്ല. ഇപ്പോഴും ഒരമ്മ പ്രസവിച്ച മക്കളെപ്പോലെ രണ്ടുപേരും, മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും ഒരുമിച്ച് തന്നെയാണ് യാത്ര. മോഹൻലാലിൻ്റെ കുട്ടികളും ഭാര്യയും എല്ലാം ആൻ്റണിക്കും കുടുംബത്തിനും പ്രിയപ്പെട്ടവരാണ്. ഉയർച്ചയിലും താഴ്ചയിലും ആൻ്റണിയും കുടുംബവും ഒപ്പമുണ്ട്. അങ്ങനെ തന്നെയാണ് തന്നോടൊപ്പം നിൽക്കുന്ന തൻ്റെ തേരാളിക്ക് നല്ല വളർച്ചയുണ്ടായിരിക്കണം, ഗുണകരമായ അവസ്ഥ ഉണ്ടായിരിക്കണം ലാലിൻ്റെ സഹായവും. ആ സഹായമാണ് ആശീർവാദ്. അത് തെറ്റാതെ പൊളിയാതെ പൂർവാധി ശക്തിയോടെ ആൻ്റണി പെരുമ്പാവൂർ കൊണ്ടു നടക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ലാല് കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ല. ആൻ്റണി ഇപ്പോൾ ചോദിച്ച ചോദ്യമുണ്ട്, ലാലേട്ട എന്നെങ്കിലും എന്നെ കാണുമ്പോൾ തിരിച്ചറിയുമോ എന്ന്. തിരിച്ചല്ല, മൊത്തമായി എടുത്തിരിക്കുകയല്ലേ. വേർപിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയാതെ വല്ല വർഷം ജീവിതാവസാനം ഇരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.